തൃക്കാക്കര നഗരസഭയിലെ സ്ഥാനാർത്ഥികളിൽ ഒരു BLO ഉണ്ട്. 48-ാം ഡിവിഷനിൽ BM നഗറിൽ നിന്ന് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി റസീന ജലീലാണ് BLO കുപ്പായം അഴിച്ചുവെച്ച് ജനവിധി തേടുന്നത്. ആശാ വർക്കർ കൂടിയായ റസീനയിലൂടെ LDF സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. തൃക്കാക്കര നഗരസഭയുടെ 48-ാം ഡിവിഷൻ BM നഗറിൽ നിന്നുള്ള UDFിൻ്റെ സ്ഥാനാർത്ഥി റസീന ജലീലാണ് നമ്മോടൊപ്പം ഉള്ളത്. ആശാപ്രവർത്തകയായിരുന്നു, അതോടൊപ്പം തന്നെ BLOയും കൂടെയായിരുന്നു. അപ്പോൾ BLO ആയിരിക്കെ SIRൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതിനിടെയാണ് റസീല ഇപ്പോൾ ഇവിടെ സ്ഥാനാർത്ഥിയായി അപ്രതീക്ഷിതമായി ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്. റസീലയോട് നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം. വളരെ അപ്രതീക്ഷിതമായ ഒരു സ്ഥാനാർത്ഥിത്വമായിരുന്നു. അതെ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നമ്മൾ പ്രതീക്ഷയിലായിരുന്നു നമുക്ക് കിട്ടുമെന്നുള്ളത്. BLO ആയതുകൊണ്ട് SIRൻ്റെ പുറകെ ആയിരുന്നു ഇതുവരെ. ഇന്നാണ് ഇപ്പോൾ ഒന്ന് റിലാക്സ് ആയിട്ട് നമ്മൾ ഫീൽഡിൽ ഇറങ്ങാൻ തുടങ്ങിയേക്കുന്നത്. ഈ BLOമാരെല്ലാം ഇപ്പോൾ നട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് SIR എന്യൂമറേഷനുമായിട്ട്. അപ്പോൾ അവിടെ നിന്ന് എങ്ങനെയാണ് ഒരു വിടുതൽ കിട്ടിയത്? വിടുതൽ കിട്ടിയതെന്ന് പറഞ്ഞാൽ ഇന്നലെയാണ് രാത്രി ഇപ്പോൾ പുതിയ ആളെ പോസ്റ്റ് ചെയ്തെന്നുള്ളത് അറിയിപ്പ് കിട്ടിയത്. ആൾ ഇപ്പോൾ എൻ്റെ നിന്ന് തിരിച്ച് റിട്ടേൺ ഫോമൊന്നും തിരിച്ച് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഈ മണ്ഡലമായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയാണ്? മണ്ഡലമായിട്ടുള്ള ബന്ധം വെച്ചാൽ ഞാൻ മഹിളാ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ 3 വർഷമായിട്ട് ഉണ്ട് ഇവിടെ നിലവിൽ. പിന്നെ ആശാ വർക്കറായിട്ട് 13 വർഷമായിട്ട് ഈ വാർഡിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരുമായിട്ട് നല്ലൊരു സ്നേഹബന്ധത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇത് CPM ആണ് ഇവിടെ നിന്നുള്ള പ്രതിനിധി, CPMൻ്റെ പ്രതിനിധിയാണ്. അപ്പോൾ എങ്ങനെയാണ് തിരിച്ച് പിടിക്കുക എന്നുള്ളത്? ഏകദേശം 1500ഓളം വോട്ടർമാരുള്ള ഒരു വാർഡാണ്. ഇവിടെ എത്രത്തോളമാണ് നമ്മുടെ ഒരു വിജയപ്രതീക്ഷ എങ്ങനെയാണ്? ഇത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ വാർഡ് തന്നെയായിരുന്നു. 2 ടേണായിട്ടാണ് ഇപ്പോൾ LDFിൻ്റെ കയ്യിലേക്ക് പോകുന്നത്. അത് ഞങ്ങൾ തിരിച്ചു പിടിക്കുന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾ ഈ പ്രാവശ്യം ശക്തമായി തന്നെയാണ് നടക്കുന്നത്. കുടുംബക്കാരൊക്കെ ആയിട്ട് കുറച്ച് പേര് ഈ ഭാഗത്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള ഒരു പിന്തുണയൊക്കെ എങ്ങനെ? എല്ലാവരും നല്ല സപ്പോർട്ടിലാണ്. എല്ലാവരും നല്ല ഇത് തന്നെയാണ് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ വിജയിച്ചതിനെ വരും എന്നുള്ള ഇത് തന്നെയാണ് നമ്മളോട് എപ്പോഴും പറയുന്നത്. എന്തൊക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ പ്രചരണ വിഷയമാക്കുന്നത്? മെയിനായിട്ട് നമുക്ക് വേസ്റ്റിൻ്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടത് എന്ന് വെച്ചാൽ ഇതൊരു കോളനി ഇത് ചെയ്ത ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ വേസ്റ്റ് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്ന് വെച്ചാൽ മാലിന്യം ഭയങ്കരമായിട്ട് കൂമ്പാരം കൂടി അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അതൊരു നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊരു ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ തോടിൽ കെട്ടി നിൽക്കുന്ന വേസ്റ്റുകൾ ഒത്തിരി ഉണ്ട്. അത് എല്ലാ ഭാഗത്തും ക്ലീൻ ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ അത് നമുക്കത് നല്ല രീതിയിൽ തന്നെ ഇതാക്കി പോകണമെന്നുണ്ട്. എന്ന് വെച്ചാൽ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ വെള്ളം കയറുന്ന സ്ഥലമാണ് നമ്മളുടേത്. അപ്പോൾ തിങ്ങി പറക്കുന്ന ആളുകളായതുകൊണ്ട് പല രീതിയിലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് നമുക്ക്. അതിനൊരു പരിഹാരം കണ്ടെത്തണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പ്രചരണമൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുന്നു? നല്ല രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും നല്ല സപ്പോർട്ടുണ്ട് എനിക്ക്. അതുകൊണ്ട് നല്ല അതിശക്തിയോടുകൂടി ഞങ്ങൾ ഈ വാർഡ് തിരിച്ചു പിടിക്കുമെന്നുള്ളൊരു വിശ്വാസമുണ്ട് ഞങ്ങൾക്ക്. തീർച്ചയായും വലിയൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് റസീന ജലീൽ. ഇപ്പോൾ കഴിഞ്ഞ 2 ടൈമിലായി, അതായത് 2015 മുതൽ CPMൻ്റെ പ്രതിനിധിയാണ് ഇവിടെ നിന്നുള്ളത്. എന്നാൽ കോൺഗ്രസിന് ഈ വാർഡ് അനായാസം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസം തന്നെയാണ് റസീന പങ്കുവയ്ക്കുന്നത്. തൃക്കാക്കരയിൽ നിന്നും ക്യാമറമാൻ ജിത്തു കൃഷ്ണയ്ക്കൊപ്പം പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്, കൊച്ചി.